ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തിനാണ് ലീഡർമാരെല്ലാവരും കൂടി, നമ്മുടെ കുട്ടി കുട്ടി ലീഡർമാരെല്ലാവരും കൂടി പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. ലീഡേഴ്സ് ഗ്രൗണ്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. 1024 പേരെ നാവ് മുറിച്ച് അവിടെ കുടിയിരുത്തിയിരിക്കുകയാണ്. ആ ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമ്പോൾ അതിൽ എത്രയാണ് അഡ്മിന്മാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. നമ്മുടെ അഭിലാഷ് സാറും ഇപ്പോൾ അഡ്മിനാണ്. പണ്ട് അഭിലാഷ് സാറ് അഡ്മിൻ അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അഡ്മിനാക്കണം എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു നമ്മുടെ സത്യൻ സാറിൻ്റെത്. സത്യൻ സാറെ ഒന്നും ഇപ്പം കാണാനില്ല. സത്യൻ സാറുടെയൊക്കെ നാവ് മുറിച്ചോ എന്നറിയില്ല. സത്യൻ സാറെ കാണാനില്ല, നമ്മുടെ അയ്യൂബ് ഖാനെ കാണാനില്ല. ഇന്നലെയൊക്കെ ആരോ ചോദിച്ചു പോലും അവിടെ, അയ്യൂബ് ഖാനെ കാണാനില്ലല്ലോ ഒരു മാസമായിട്ട് എന്ന്. അപ്പോൾ ഇങ്ങനെ മല്ല ഇവരെ പതിയെ ചിത്രത്തിൽ നിന്ന് വാനിഷ് ആവുന്ന രംഗമാണ് ഒരു വർഷത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പൈസ പോയവർ, ബുദ്ധി നഷ്ടപ്പെട്ടവർ, തലച്ചോറ് പണയം വെച്ചവർ മാത്രമാണ് അവിടെയുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാടുള്ള സൂരജ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് അങ്ങോട്ടും അയച്ചു. അതിനെ കുറിച്ചിട്ട് രാവിലെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത് ഇത് ബഡ്സിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നീ അധികം വർത്താനം പറയണ്ട, ബഡ്സിലാണ് എന്നുള്ളത് അറിയാം. പക്ഷേ നമുക്ക് വിധി വരാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. ബഡ്സിലായതുകൊണ്ട് തന്നെ ആർക്കും തന്നെ പൈസ കിട്ടില്ല, പൈസ കിട്ടാതിരിക്കുന്ന ഇതില്ല. പൈസ ബഡ്സിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡെപ്പോസിറ്റ് ചെയ്ത പണം കിട്ടുമെന്നാണ് സൂരജ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സൂരജിനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ബഡ്സിലാണെങ്കിൽ ലീഡർമാർ പെടില്ലേ എന്നുള്ളതാണ്. ബഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 18 പ്രകാരം പ്രൊമോട്ടർമാരും ഇതിൽ കുറ്റവാളികളാണ്. സെക്ഷൻ 18 പ്രകാരം ഡെപ്പോസിറ്റ് ടേക്കർ എന്ന് പറയുന്ന ഡെഫിനിഷനിലാണ് ആരൊക്കെയാണ് ഡെപ്പോസിറ്റ് ടേക്കർ എന്ന് സെക്ഷൻ 18 കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. ഡെപ്പോസിറ്റ് ടേക്കർ ഇൻക്ലൂഡ്സ് ദ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ്, മാനേജേഴ്സ്, member of said establishment or any other person who property attached have under this act. അപ്പോൾ ഇതിൽ പ്രൊമോട്ടർമാരായിട്ട് ഇവരൊക്കെ പാർട്ട്ണർമാരാണെന്ന് നമുക്ക് അറിയാം അല്ലേ. ഇവരൊക്കെ പണ്ട് പറഞ്ഞിരുന്നത് നമ്മൾ പാർട്ട്ണർമാരാണ്, ഇത് നമ്മുടെ കമ്പനിയാണ്, നമ്മുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ, അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല, സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊന്നും പറയാനില്ല. ഇപ്പോൾ പറയുന്നത് ഞമ്മോൻ്റെ പൈസ കിട്ടണം. പണ്ടൊക്കെ ജയ് ഹൈറിച്ച് എന്നാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞമ്മോൻ്റെ പൈസ കിട്ടണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഇവർക്ക് സാധനം വാങ്ങിയാൽ പോരെ അല്ലേ? സാധനം വാങ്ങുമ്പോൾ ഇവർക്ക് പൈസയും കിട്ടും പോലും. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളുടെ സാധനം വാങ്ങുന്നതല്ലേ നല്ലത്? അതൊന്നുമല്ല, ഇവർക്ക് ഞമ്മോൻ്റെ പൈസ കിട്ടണം. ഒരു ജയ് ഹൈറിച്ചൊക്കെ കണ്ടിട്ട് എത്ര കാലമായി. അപ്പോൾ നിങ്ങൾ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറിച്ചിനെ ആരാധിക്കുന്നവർ ഈ വീഡിയോയുടെ കീഴെ ഒരു 5-6 ജയ് ഹൈറിച്ച് ഇടണം. അതൊന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നറിയാം, എന്നാലും ഒരു രസത്തിന് അതൊരു ജയ് ഹൈറിച്ച് എഴുതണം. അപ്പോൾ സൂരജ് പറയുന്നു ഇത് ബഡ്സ് ആക്ടിൽ പെട്ട കമ്പനിയാണ്, അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേങ്കിൽ ബഡ്സ് ആക്ടിൽ പെട്ട് കഴിഞ്ഞാൽ ലീഡർമാരൊക്കെ പെടില്ലേ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. ബൈ.